ഇനി മുതൽ നമ്മുടെ ആക്ടർ ബാല ബാലയല്ല കേട്ടോ, അൽ ബാല. അതല്ല എങ്കിൽ ജിഹാദി ബാല, അതല്ല എങ്കിൽ മട്ടാഞ്ചേരി മാഫിയക്കാരനായിട്ടുള്ള ബാല. അങ്ങനെ പറയുന്നതായിരിക്കും ഇനി അങ്ങോട്ട് സംഘപരിവാറിന് ഒരു രസമുള്ള ഒരു കാര്യം. കാരണം ഈ സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്നത് അവരുടെ എല്ലാമാണ്. ഞാൻ ഇപ്പോഴും പറയുന്നത് ഉണ്ണി മുകുന്ദന്റെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടല്ല, മറിച്ച് സംഘപരിവാറിന് ഒരു പ്രത്യേക താല്പര്യമുണ്ട് ഉണ്ണി മുകുന്ദനോട്. അപ്പൊ ബാല അയാൾ നേരിട്ടൊരു വലിയൊരു അനീതി പറഞ്ഞു, അയാൾ നേരിട്ട ഒരു വലിയ വെല്ലുവിളി ബാല മാധ്യമങ്ങളിലൂടെ തുറന്നു പറഞ്ഞു. അപ്പൊ ബാല അത് പറയുന്നു, ഉണ്ണി മുകുന്ദൻ അതിന് മറുപടി കൊടുക്കുന്നു. രണ്ടുപേരും അപ്പുറം ഇപ്പുറം മറുപടി കൊടുത്ത് അതങ്ങനെ പോകേണ്ട ഒരു വിഷയത്തെ സംഘപരിവാരുകാരായിട്ടുള്ള ചില ആളുകൾ കൊണ്ടുവരുന്നുള്ളത് ഞങ്ങളുടെ പൊന്നോമന പുത്രനായിട്ടുള്ള ഉണ്ണീനെ, ഞങ്ങളുടെ ഉണ്ണിക്കുട്ടനെ ബാലയുടെ നേതൃത്വത്തിലുള്ള മട്ടാഞ്ചേരി മാഫിയ അല്ലെങ്കിൽ ബാല അൽ ബാൽ അല്ല, അതല്ല എങ്കിൽ ജിഹാദി ബാല. അപ്പൊ മട്ടാഞ്ചേരി മാഫിയക്കാരനായിട്ടുള്ള ബാല ഞങ്ങളുടെ ഉണ്ണിക്കുട്ടനെ ആക്രമിക്കാൻ വരുന്നു, വിട്ടുതരില്ല എന്നുള്ളതാണ് പറയുന്നത്. നോക്കുക എത്ര പെട്ടെന്നാണ് അതിനെ രാഷ്ട്രീയപരമായിട്ട് സംഘപരിവാർ കൊണ്ടുപോയത്. എന്താവശ്യമാണ്? അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പരാമർശം ബാല നടത്തിയോ? ബാല ഉണ്ണി മുകുന്ദന്റെ രാഷ്ട്രീയം പറഞ്ഞു? ഇല്ലല്ലോ. ഇനി നമുക്ക് നോക്കാം ബാലയെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ. ഒരു സംഘപരിവാർ പേജ് ഇട്ടിട്ടുള്ള ഒരു പോസ്റ്റാണ് കേട്ടോ, അത് ഞാൻ വായിച്ചു കേൾപ്പിച്ചുതരാം. ഉണ്ണി മുകുന്ദൻ കണക്ക് പുറത്ത് വിട്ടപ്പോൾ മട്ടാഞ്ചേരി മാഫിയ മൂഞ്ചി. അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ചില പ്രത്യേക ആളുകളുടെ കരച്ചിൽ. ആരാണ് ഈ പ്രത്യേക ആളുകൾ? മനസ്സിലായല്ലോ. പ്രത്യേക ആളുകൾ എന്ന് പറയുന്നത് മുസ്ലിങ്ങളെയാണ്. അത് പച്ചക്ക് പറഞ്ഞാൽ അതാ. പരാതി ഉള്ളവർ കേസ് കൊടുക്കുക, ഉണ്ണി മുകുന്ദൻ അവിടെ തെളിവ് ഹാജരാക്കും. അല്ലാതെ കാഫിറായ നടന്മാരെന്നാണ് പറയുന്നത്. അതായത് ഈ സംഘപരിവാർ പേജ് ഉദ്ദേശിച്ചത് സംഖ്യയായിട്ടുള്ള അല്ലെങ്കിൽ ഹിന്ദു മതത്തിൽപ്പെട്ട എന്നുള്ളതായിരിക്കാം അവരുദ്ദേശിച്ചത്. അപ്പൊ ഈ ബാലയുടെ മതം ഏതാ? എനിക്കറിയാമലായിട്ട് ചോദിക്കാം. ബാല പക്ക ഹൈന്ദവ മതവിശ്വാസിയാണ്, പക്ക ഹൈന്ദവാചാരങ്ങളെ പിൻപറ്റുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനെ നിങ്ങൾ സംഘപരിവാറുകാരനായിട്ടുള്ള ഉണ്ണി മുകുന്ദനെ, ഞങ്ങൾ ഇതുവരെ അയാളുടെ രാഷ്ട്രീയം ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷെ എന്നാൽ പോലും ഈ വിഷയത്തിലേക്ക് കലർത്തി പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ സംഘപരിവാരുകാരനായ ഉണ്ണിയെ പറഞ്ഞതുകൊണ്ട് തന്നെ ബാലയെ ഹിന്ദുമത വിശ്വാസി അല്ലാതാക്കിയോ നിങ്ങൾ? എനിക്ക് മനസ്സിലാവാനായിട്ട് ചോദിക്കാം. കാരണം അയാൾ പക്ക ഹൈന്ദവ മതവിശ്വാസിയാണ്. ഇനി അല്ലാതെ കാഫിറായ നടന്മാരെ എല്ലാം ഇങ്ങനെയുള്ള കള്ളപ്രചരണം നടത്തി ഇല്ലായ്മ ചെയ്യാനുള്ള തന്ത്രം നടക്കില്ല. അതിന് താഴെ വന്ന ഒരു കമന്റ്, മട്ടാഞ്ചേരി മാഫിയ കൂലിക്കാരെ ഇറക്കി തുടങ്ങി എന്നുള്ളതാണ്. എന്തു പറഞ്ഞു കഴിഞ്ഞാലും അവസാനം മട്ടാഞ്ചേരി മാഫിയ. അതായത് സിനിമാ രംഗത്ത് സംഘപരിവാർ അനുകൂല നിലപാടുള്ള ഏതെങ്കിലും ഒരാളുടെ എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ആ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഓടി വരും മട്ടാഞ്ചേരി മാഫിയ, ജിഹാദി. ഈ ഒരു സമ്പ്രദായം ഇല്ലാതാക്കുക. നല്ല രീതിയിലുള്ള സംഭാഷണങ്ങൾ നടക്കട്ടെ, പരസ്പരം ആശയപരമായിട്ടുള്ള ചർച്ചകൾ നടക്കട്ടെ, അഭിപ്രായങ്ങളോട്. എന്തിനാണ് രാഷ്ട്രീയം കൊണ്ടുവരുന്നത്? അതെന്തായാലും നടക്കില്ല. അത് മോശമായിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഒരു ഉണ്ണി മുകുന്ദന്റെ ടീമും ഉണ്ണി മുകുന്ദൻ പറയുന്നത് 2 ലക്ഷം രൂപ ഞങ്ങൾ ബാലക്ക് കൊടുത്തു എന്നുള്ളതാണ്. ഇതിൽ ഉണ്ണിയുടെ ഭാഗത്ത് ന്യായമുണ്ടാകാം, ബാലയുടെ ഭാഗത്ത് ന്യായമുണ്ടാകാം, ആരുടെ ഭാഗത്ത് ഞാൻ നിൽക്കുന്നില്ല. പക്ഷെ ഉണ്ണി മുകുന്ദൻ പറഞ്ഞത് 2 ലക്ഷം രൂപ കൊടുത്തു എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ അഞ്ജലി അമീർ എന്ന് പറയുന്ന ഒരാൾ, സിനിമയിലൊക്കെ അഭിനയിക്കുന്ന അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു വ്യക്തി, വളരെ വ്യക്തമായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അഞ്ജലി അമീർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് 3000-ഉം 5000-ഉം വെച്ച് പെർ ഡേ കൊടുക്കുന്നു. ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് അവര് ചിലപ്പോൾ ഡയലോഗ് ഉണ്ടാകും, ഇല്ലായിരിക്കാം, ചിലപ്പോൾ ചായക്കടക്കാരനായിരിക്കും, ചിലപ്പോൾ അതിൽ പോകുന്ന വഴിപോക്കനായിരിക്കും. പക്ഷെ ഒരു ദിവസം നിന്ന് കഴിഞ്ഞാൽ 3000-ഓ 5000-ഓ കൊടുക്കും. എനിക്കും അത്യാവശ്യം സിനിമാ മേഖലയുമായിട്ട് ബന്ധമുള്ള ഒരാൾ തന്നെയാണ്, പല ആളുകളുമായിട്ട് ഇപ്പോഴും ബന്ധം പുലർത്തി നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. എൻ്റെ അഭിപ്രായമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ബാലയ്ക്ക് ഇവർ കൊടുത്ത പ്രതിഫലമായിട്ട് പറയുന്നത് പെർ ഡേ 10,000 രൂപയാണ്. ഞാൻ കുറച്ച് കാണുകയല്ല, മറിച്ച് സിനിമാ മേഖലയിൽ ഇത്രയും കാലത്തെ പരിചയമുള്ള ഒരു ഹൈപ്പുള്ള അല്ലെങ്കിൽ എല്ലാ രീതിയിലും സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന ഒരാൾ. അപ്പോൾ ഉണ്ണി മുകുന്ദൻ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന ഒരാളെന്ന നിലക്ക് അയാൾക്ക് വലിയ രീതിയിലുള്ള പ്രതിഫലം കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദിച്ചത്. തീർത്തും ഉണ്ണി മുകുന്ദന്റെ ആ പരാമർശം തെറ്റാണ്. സോഷ്യൽ മീഡിയ തന്നെയാണെന്ന് താരങ്ങൾ സൃഷ്ടിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ അയാൾ ഇപ്പൊ ബാലയുടെ അഭിനയം കാണാൻ വേണ്ടിയിട്ട് മാത്രം, ഷെഫീഖിന്റെ സന്തോഷം കാണാൻ വേണ്ടിയിട്ട് വന്ന ഒരുപാട് ആളുകളുണ്ട്.
ബാലയെ കാണാൻ വേണ്ടിയിട്ട് മാത്രം ഇല്ല എന്നൊന്നും നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഉണ്ണിമൂന്തം മറ്റൊരു കാര്യം പറയാണ്, ഞങ്ങൾ പെർ ഡേ 10,000 വെച്ച് കൊടുത്തു എന്നുള്ളത്. ഇതെങ്ങനെ ശരിയാകും? പെർ ഡേ 10,000 വെച്ചിട്ട് ബാലയെ പോലെയുള്ള ഒരു നടനോ, ഇവിടെ അജു വർഗീസിനെ പോലെയുള്ള ആളുകൾ, അതുപോലെ തന്നെ ടിനി ടോമിനെ പോലെയുള്ള ആളുകൾ, അങ്ങനെ ഹാസ്യതാരമായിട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകൾ പെർ ഡേ 1, 2, 3 ലക്ഷവും വാങ്ങുന്ന പല വിഷയങ്ങളുണ്ട് പെർ ഡേ. അവിടെയാണ് ബാലയ്ക്ക് 10,000. അത് തീർത്തും ഒരിക്കലും ഒരു ശമ്പളം എന്നുള്ളതല്ല, ഒരു പ്രതിഫലം എന്നുള്ളതല്ല, ഒരു രീതിയിലും നിലവിൽ സിനിമാ മേഖലയിൽ നടക്കുന്ന മാർക്കറ്റിനനുസരിച്ചിട്ട് ബാലയ്ക്ക് കൊടുക്കേണ്ട ഒരു തുകയല്ല. എന്നിട്ട് പറയാണ് 20 ദിവസത്തിൽ 2 ലക്ഷം കൊടുത്ത് ഇനി മിണ്ടി പോകരുത് എന്നുള്ളത്. ഇനി ബാല നിങ്ങളോട് പറഞ്ഞ കാര്യവും നിങ്ങൾ ബാലയോട് പറഞ്ഞ കാര്യവും എനിക്കറിയില്ല, മറിച്ച് നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പറഞ്ഞത്. അപ്പൊ അത് ശരിയല്ല, അത് വളരെ മോശമാണ്. ഇനി മറ്റൊരു കാര്യം പറയുന്നത്, ഉണ്ണിമൂന്ന് പറയുന്നത് ബാല ഒരു കൊച്ചാക്കുന്ന രീതിയിൽ പറയാണ്. കാരണം ബാല ബിഗ് ബിയിലൂടെയും മലയാളത്തിൽ ഒരുപാട് സിനിമകൾ അഭിനയിക്കുകയും അജിത്തിന്റെ കൂടെ തമിഴിൽ സഹനടനായിട്ട് അഭിനയിക്കുകയും ചെയ്ത അത്യാവശ്യം കഴിവുള്ള ഒരു നടൻ തന്നെയാണ് ബാല. ഇപ്പൊ ബാലയുടെ ഹിറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ചിത്രത്തിൽ നിങ്ങൾ പ്രതിഫലം വാങ്ങാതെ അഭിനയിച്ചു എന്ന് പറയുന്നു. പക്ഷെ ആ സിനിമയിൽ വളരെ ചെറിയൊരു റോളാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ ആ സിനിമ പൊട്ടി, ആ സിനിമ സാമ്പത്തികമായിട്ട് ലാഭം ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്കറിയാൻ വേണ്ടിയിട്ട് പറ്റിയത്. അപ്പൊ അങ്ങനെ പൊട്ടിയൊരു സിനിമയാണ്, ലാഭം ഉണ്ടായിരുന്നുവെങ്കിൽ ബാല തന്നേനെ. പക്ഷെ ഈ സിനിമ അങ്ങനെയല്ല എന്നാണ് ബാല പറയുന്നത്. ഷെഫീഖിന്റെ സന്തോഷത്തിൽ ലാഭം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ലാഭം ഉണ്ടായിരിക്കവേ എന്തുകൊണ്ട് നൽകിയില്ല എന്നുള്ള ചോദ്യം, ആ ചോദ്യം പ്രസക്തമാണ്. അപ്പോൾ അത് തൻ്റെ സ്വതന്ത്രമാണ് എന്ന് പറയുന്നത് അത് അത്ര വലിയൊരു ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എന്തായാലും ഈ പറഞ്ഞതുപോലെ ബാലയും നിങ്ങളും തമ്മിൽ എഗ്രിമെന്റ് ഇല്ലാത്തടത്തോളം, നിങ്ങളും ബാലയും തമ്മിൽ എഗ്രിമെന്റ് ഇല്ലാത്തടത്തോളം ബാല പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾ വ്യക്തമായ മറുപടി കൊടുക്കേണ്ടി വരും. കാരണം എഗ്രിമെന്റ് ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് കാണിക്കാമായിരുന്നു, ഇന്ന രീതിയിലാണ് എഗ്രിമെന്റ് വെച്ചിട്ടുള്ളത് എന്നുള്ളത്. ഇപ്പൊ ചങ്ങാതിപ്പാടിന്റെ ഏത് രീതിയിലാണെങ്കിലും ഞാൻ എല്ലാവരോടും പറയാണ്, എന്തൊരു ബിസിനസ് ആണെങ്കിലും പരസ്പര എഗ്രിമെന്റ് വേണം. അതുണ്ടായിക്കഴിഞ്ഞാൽ വ്യക്തമായ മറുപടികൾ നിങ്ങൾക്ക് നൽകാം. അതില്ലാതെയാകുമ്പോൾ ആരോപണ വിധേയൻ പറയുന്നത് കേൾക്കേണ്ടി വരും. ഇപ്പൊ ഇവിടെ ഉണ്ണിയുടെ പക്ഷത്ത് നിൽക്കുകയല്ല, ബാലയുടെ പക്ഷത്ത് നിൽക്കുകയല്ല, മറിച്ച് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ചില കാര്യങ്ങളിൽ എൻ്റെതായിട്ടുള്ള അഭിപ്രായം പറഞ്ഞതാണ്. എന്തായാലും ഒരു കാര്യം പറയാം, ബാല ഒരു അഭിപ്രായം പറഞ്ഞു എന്നതിന്റെ പേരിൽ അയാളെ പിടിച്ച് മട്ടാഞ്ചേരി മാഫിയാക്കി മാറ്റുക എന്നുള്ളത് ചില ആളുകളുടെ പദ്ധതിയാണ്. ആ പദ്ധതി ഒന്നും വേണ്ട. അയാളും ഒരു പക്ക ഹൈന്ദവ മതവിശ്വാസിയാണ്. പച്ചയായ ഹൈന്ദവ മതത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന നല്ലൊരു വിശ്വാസിയും കൂടിയാണ് ബാല. അപ്പൊ ബാല അൽബാലയും ഉണ്ണിക്കുട്ടനും എന്നുള്ള ഒരു ഫോർമാറ്റ് വേണ്ട. രണ്ടുപേരും മതപരമായിട്ട് അവരുടെ ഇഷ്ടാനുസരണങ്ങൾക്കനുസരിച്ച് പൊക്കോട്ടെ. അതിൻ്റെ ഇടയിൽ കയറിയിട്ട് മതം ആരും കൊണ്ടുവരേണ്ട. അതുകൊണ്ട് സംഘപരിവാർ പേജുകളോട് പറയാൻ നിങ്ങൾക്ക് ഈ അടുത്ത കാലത്ത് വിഷയങ്ങളൊന്നുമില്ല. അപ്പൊ വിഷയങ്ങളില്ലാത്തത് കൊണ്ട് ഉണ്ണിമുകുന്ദനെയും പിടിച്ച് ഒരു വിഷയം അങ്ങോട്ട് ഉണ്ടാക്കിയേക്കാം, അതിലൂടെ ഒരു നേട്ടം ഉണ്ടാക്കിയേക്കാം എന്നുള്ള തോന്നലുകൾ ഉണ്ടെങ്കിൽ അത് വേണ്ട, അത് ശരിയല്ല. അതെന്തായാലും നന്മ നിറഞ്ഞ മതേതരത്വമുള്ള മലയാളികൾ അതിനെ നേരിടുക തന്നെ ചെയ്യും. ന്യൂസ് ഡെസ്ക് പബ്ലിക്.